ഇതാരും അറിയരുത്. അറിഞ്ഞാൽ ഇതെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടിക്കൊണ്ടുപോകും. ഞാൻ ആരോടും പറയില്ല സാറേ. ഈ കാണുന്ന സ്വർണം മുഴുവൻ ഒരുക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇട്ട് വീണ്ടും അതിൽ നിന്ന് കാശുണ്ടാക്കി അത് വെച്ച് പടവും പിടിച്ച് സിനിമാ ലോകത്തൊരു മുഖ്യമന്ത്രി ആവും സാറേ ഞാൻ. അവിടെ സ്വപ്നവും കണ്ടോട് നിൽക്കാതെ ഇതൊക്കെ അകത്തേക്ക് വന്ന് പെട്ടിയെടുക്കാം. അയ്യോ കാലിടെ ജാമായി. വന്നട്ടെ സാറേ, വന്നട്ടെ അകത്തേക്ക് വാ. സാറേ ഈ കാണുന്ന എന്റെ അച്ഛനാ. ഇതെന്റെ അമ്മ രാജേശ്വരി, ഇതെന്റെ അനിയത്തി ഗായത്രി, അയ്യോ എന്റെ പേര് രാംദാസ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം. എവിടെയാ ഭ്രാന്തൻ ദേവദാസൻ? എങ്ങനെയൊക്കെ നടന്നതാ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? പാവം. ഡോക്ടർ എന്ത് പറഞ്ഞു? കുറേശ്ശെയായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞു. എവിടെ പോകുന്നു? അല്ല കുറേശ്ശെയായിട്ട് അസുഖം മാറിക്കോളൂ പറഞ്ഞു വരും ഡോക്ടർ. അങ്ങനെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നോ എന്നാ ചോദിച്ചേ. സാറേ അച്ഛന് ചെവി കുറച്ച് പുറകോട്ടെ. ഈ വിറകുള്ളി തൊപ്പിക്കാരനെ ഞാൻ മാനേജ് ചെയ്തോളാം. അച്ഛൻ പേടിക്കണ്ട കേട്ടാ. എല്ലാ കാര്യം ഞാൻ സെറ്റ് ചെയ്തോളാം. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടേ, കർണനും ദുര്യോധനും പോലെ ഞാനും രുദ്രപ്പനും ചെറിയ പ്രായം തൊട്ടേ അടുത്ത സുഹൃത്തുക്കളാണെന്ന്. കാര്യം പറഞ്ഞിട്ട് രുദ്രപ്പ എന്ന് 3 പ്രാവശ്യം നിലവിളിച്ചിട്ട് കിടന്നുറങ്ങിയതാ. സമയം കാണിക്കുന്ന ഈ ഘടികാരത്തിന് പോലും ചിലപ്പോ സമയം തെറ്റിപ്പോകാറുണ്ട്. മനുഷ്യന്റെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാൻ വല്ലതും ഉണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഇയാളെ കൊണ്ട് ഇതിനും കൊള്ളുക. ഇയാൾ ഇനി എന്നാ പറയാനാ? നിങ്ങൾ വാ, ഞാൻ പറയാം. പുറത്തു അപ്പം പറയാം. ഇങ്ങേർക്ക് ഇത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാ പോരെ? എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതി തന്നാലും മതി, ഞങ്ങൾ വായിച്ചോളാം. വി ആർ ഓൾ എഡ്യൂക്കേറ്റഡ്. ഞാൻ പറയാമെന്ന കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ അച്ഛൻ ഈ വീട്ടിൽ മാസത്തിൽ 10 ദിവസം മാത്രമാണ് ചെലവഴിച്ചു കൊണ്ടിരുന്നത്. ബാക്കി 20 ദിവസങ്ങള് അമ്പലവും പൂജയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുകയായിരുന്നു. നോ 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 അതൊന്നും അല്ല കാര്യം. അയാൾക്ക് മറ്റൊരു വീടും കൂടി. അത് നല്ലതല്ലേ സാറേ? ഗായത്രിയുടെ കല്യാണത്തിന് ശേഷം അവൾക്കത് എടുക്കാലോ. നോ, അയാൾക്ക് വേറൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറൊരു കുടുംബം ഉണ്ടെന്നർത്ഥം. ബാക്കി 20 ദിവസം അവൻ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടത്തെ പെണ്ണിന്റെ പേരാണ് ഗായത്രി. ആ പേരാണ് തന്റെ മോക്ക് വിട്ടിരിക്കുന്നത്. പാവം ആ അമ്മയുടെ മകളും ഭർത്താവും ഒരു ആക്സിഡന്റ് മരിച്ചതാ. ഇപ്പോ കൊച്ചുമോളാണ് സഹായത്തിന് കൂടെയുള്ളത്. അപ്പൊ സാറ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞത്? അവരെ 2 പേരെയാണ് ഇവിടെ കൊണ്ട് തരാന്ന് പറഞ്ഞത്. അപ്പൊ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞാ പോരായിരുന്നു? എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെ ഇരിക്കണം? ആ പെട്ടിക്കകത്ത് എന്താന്നൊന്ന് പറയോ? അതിലെല്ലാം തുണി സാധനങ്ങളും. ഇവിടെ ഇരിക്ക, ഞാൻ ചെന്നവരെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, ഗായത്രി നിങ്ങളും കൂടെ ചെല്ലുന്നേ. അച്ഛൻ നല്ല വിഷമത്തിലാ. ഞാനൊന്ന് ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളും അങ്ങോട്ട് പൊക്കോ. ശരി ആയിക്കോട്ടെ. ഓ അന്യായിട്ട് ഇഷ്ടമായി പോയി. കിളവും വന്നത് ഇപ്പൊ ശല്യമായല്ലോ. അച്ഛൻ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മക്കൾക്കായാലും ഒരു ഷോക്കൊക്കെ ഉണ്ടാവും അച്ഛാ. ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. ഇവിടെ ഇരുന്ന് കിറുക്കൻ അവിടെ പോയി. പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. എന്റെ പെറ്റമ്മ മഹാലക്ഷ്മിയെ പോലെ ജീവിച്ച വീടായത്. കണ്ട അഴിഞ്ഞാടികളൊക്കെ ഞാൻ ഇതിനകത്ത് കേട്ടൂലടാ. ഞാൻ തന്നെ കടം വാങ്ങി ഇവിടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് ഇവളുമാരെ കൂടി നോക്കണോ? കേട്ടില്ലടാ, ഞാൻ ഇവിടെ ഒരുത്തിയാ കേട്ടില്ല. അച്ഛാ, എത്രയോ സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ ദിവസവും കാണുന്നതാ. ഭാര്യയെക്കാളും കൂടെയുള്ള സെറ്റപ്പുകൾക്കാ കൂടുതൽ സ്വത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുത്തശ്ശൻ കൊടുത്തിരിക്കുന്ന കാശിന് കണക്കും തേങ്ങയും ഒരു കോപ്പുമില്ല. ഇനി ചിലപ്പോ സെറ്റപ്പിന് മുത്തശ്ശൻ എല്ലാ കാശും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ടാവോ? അച്ഛന്റെ ചെവി മാത്രമേ അടിച്ചു പോയിട്ടുള്ളൂ. കണ്ണിപ്പോഴും ഷാർപ്പാ. നന്നായിട്ട് ആലോചിക്കാതെ വെച്ച്. പക്ഷെ ഒരു കണ്ടീഷൻ. ഇനി ഞാൻ ആ കിളവന്റെ മുഖത്ത് പോലും നോക്കില്ല. എന്നെ എന്റെ അമ്മയും ചതിച്ച പരമചെറ്റ. ആ ചതിയും മരിച്ചാ പോലും അയാളുടെ ശരീരത്തിൽ പോലും ഞാൻ തൊടില്ല. അങ്ങനെയൊന്നും ചത്ത് കഴിയുമ്പോ ആ മുറി നന്നായിട്ട് ലോഷനിട്ട് കഴുകി വൃത്തിയാക്കി എന്നിട്ട് ഞാൻ ആ മുറി കാലുകുത്തു. അതല്ല അതിന്റെ കാരണം എന്താന്ന് നിനക്കറിയോടാ? എന്റെ അമ്മ മഹാലക്ഷ്മിയെ പോലെ ജീവിച്ച വീടാണ് ഇത്. നിനക്കറിയോടാ? അയാൾ മരിച്ചു കഴിയുമ്പോ അയാൾക്ക് വേണ്ട ഒരു കർമ്മങ്ങളും ഞാൻ ചെയ്യൂല. ഇത് എന്റെ പെറ്റമ്മയാണ്. സത്യം.
ഞാൻ ചാവണം. ഈ വീട്ടിൽ കയറ്റില്ല ഞാൻ. അവരെ ഇതാണ് അവന്റെ വീട്. നടക്ക. നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താണ് ഗായത്രി ദേവി. നമസ്കാരം അമ്മേ. പിന്നെ ഇത് കൊച്ചുമകള്, അവളുടെ പേര് നന്ദി. നമസ്കാരം. ഇവരാണ് നിങ്ങളുടെ മരുമകള് രാജേശ്വരി. ഇത് ഇവരുടെ മകളാ ഗായത്രി. അതെ, നിങ്ങളുടെ പേര് തന്നെയാ. മുത്തശ്ശി അകത്തേക്ക് വന്നാട്ടെ. ആ മോളെ ഗായത്രി, ഞാന് സിംഗപ്പൂര് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇനി കാണാൻ കേട്ടോ. എടാ നാണം കെട്ടവനെ, നീ അവരുടെ കൂടെ കൂടി പാട്ടും കൂത്തുമായിട്ട് ഇറങ്ങിയല്ലേ? ഇനി എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയും കിട്ടില്ല. അവന്റെ മുത്തശ്ശന്റെ കുണം തന്നെ അവനും കിട്ടി. നോക്കട്ടെ എവിടം വരെ പോകും നോക്കാം. ഒന്നിങ്ങോട്ട് വന്നേ അമ്മേ. എടാ, പോടാ. എന്നൊന്ന് പരിചയപ്പെടുത്തോ? നിക്ക്, പരിചയപ്പെടുത്താം. അമ്മേ, ഇവനാണ് എന്റെ മൂത്ത മോൻ. പേര് ശ്രദ്ധിക്കുന്ന മുത്തശ്ശി. അനുഗ്രഹിക്കൂ. എഴുന്നേക്ക് മോനെ. ഈശ്വരൻ നിനക്ക് നല്ലത് മാത്രമേ വരുത്തൂ. താങ്ക് യു സോ മച്ച് മുത്തശ്ശി. മുത്തശ്ശ, എപ്പോ നോക്കിയാലും ഗായത്രി ഗായത്രി എന്ന് പറഞ്ഞ് കരയുന്ന ഇതുകൊണ്ടായിരുന്നല്ലേ? ദേ വന്ന് മുന്നിൽ ഇരിക്കുന്ന കണ്ടില്ലേ? കണ്ണു തുറന്ന് നോക്ക്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കും മുത്തശ്ശ. മുത്തശ്ശി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാ. മുത്തശ്ശനും ഞാനും തമ്മിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് അല്ല ജീവിക്കുന്ന മുത്തശ്ശി. അതുകൊണ്ട് തന്നെ കണ്ടോ, മുത്തശ്ശന്റെ പേര് നെഞ്ചിൽ പങ്കുവെച്ചേക്കുന്ന കണ്ടോ? ഓ കണ്ടോ മുത്തശ്ശി? സ്കെച്ച് പേന കൊണ്ട് എഴുതിയിട്ട് നാടകം കളിക്കുന്ന കണ്ടില്ലേ നിന്റെ ചേട്ടൻ? എനിക്ക് മുത്തശ്ശി ഇല്ലല്ലോ, അതുകൊണ്ടാ മുത്തശ്ശിയുടെ പേര് പച്ച കുത്താത്ത. ഇപ്പൊ മുത്തശ്ശി വന്നില്ലേ, ദേ ഈ സൈഡിലായിട്ട് പച്ച കുത്താം കേട്ടോ. നടക്കടി അങ്ങോട്ട്. അയ്യോ മുത്തശ്ശി, ഈ പോയ രണ്ട് സാധനമില്ലേ, ഒരു കാശിന് കൊള്ളില്ലാന്നേ. വെരി വേസ്റ്റ് ഫെല്ലോസ്. പിന്നെ അച്ഛൻ എന്ന് പറയുന്ന ആളില്ലേ, പുള്ളിക്ക് ഒരു കാര്യശേഷിയില്ല. കോടതി പോയിട്ട് ഗോവിന്ദ 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 എന്ന് 3 പ്രാവശ്യം വിളിക്കുന്നല്ലാതെ വേറെ ഒരു പണിക്കോ അയാളെ കൊള്ളില്ല. ഇപ്പൊ ഏതായാലും മുത്തശ്ശി വന്നല്ലോ, എനിക്ക് 100 ആനകളുടെ ശക്തി കിട്ടിയ പോലെ തോന്നുക മുത്തശ്ശി. ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി വേണം നോക്കാൻ. മോൻ വിഷമിക്കണ്ട മോനെ. മുത്തശ്ശി ഇങ്ങോട്ട് എത്തിയില്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. താങ്ക്സ്. എന്താടാ പറഞ്ഞേ? ഞങ്ങളെ കൊണ്ട് ഒരു കാശിനും കൊള്ളില്ലെന്നോ? എനിക്ക് ഉത്തരവാദിത്വമില്ലല്ലേ? രാവും പകലൊന്നില്ലാതെ ഞാൻ ആ കോടതി കിടന്ന് കഷ്ടപ്പെടുക നിങ്ങൾക്ക് വേണ്ടി. ആ തള്ളയോട് പോയി ഞാൻ കോടതിയിൽ നിന്ന് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച് കുറച്ചോണ്ടിരിക്കുകയാണെന്നല്ലോ നീ പറഞ്ഞത്. നാണമില്ല നിനക്ക്? എപ്പോ നോക്കിയില്ല പെണ്ണിന്റെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്ന നാണയില്ല നിങ്ങൾക്ക്? എന്റെ ചേട്ടനാന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണക്കേടാ. നീ ആളുടായിപ്പണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുന്നവനാണെന്ന് ഞങ്ങൾ ഓർത്തില്ല. നിന്നൊക്കെ നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? കൊറേ നേരമായിട്ട് ചലിച്ചോണ്ടിരിക്കുകയല്ലേ, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. ഞാൻ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെ വെറും നാടകമാന്നേ. ഏതാണ് നാടകം? ഇപ്പൊ നീ ഇവിടെ കളിക്കുന്നോ അതോ അവരോട് പറഞ്ഞോ? എന്നെ വിശ്വസിക്കാ അച്ഛാ. ജീവിതത്തില് അച്ഛൻ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അച്ഛന്റെ തലമുടി മുഴുവൻ വെളുത്ത നിറത്തിലായി മാറിയത് അറിഞ്ഞില്ലേ? ഈ വീടിന്റെ ഭാരം മുഴുവൻ ചുവന്ന് അച്ഛൻ വല്ലാതെ തളർന്നിരിക്കുക. ആ മുത്തശ്ശിയുടെ തലയിൽ മുഴുവൻ വെള്ളമുടിയാന്ന് കണ്ടല്ലേ? അതുകൊണ്ടാണ് അച്ഛന്റെ ഭാരം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേ. അച്ഛൻ നല്ല കറുത്ത ഡൈ അടിച്ചിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നൂടെ അച്ഛാ. അതിനുവേണ്ടിയാ ഞാൻ അഭിനയിച്ചേ. പിന്നെ അമ്മ എന്താ വിചാരിച്ചേ? അമ്മ ഈ താലിമാല മാത്രം ഇട്ടോണ്ട് എത്ര കാലമാണ് ജീവിക്കുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛൻ വല്ല സ്വർണ്ണം വാങ്ങിച്ചു തന്നിട്ടുണ്ടോ അമ്മയ്ക്ക്? അതുകൊണ്ടാണ് ആ മുത്തശ്ശിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം മുഴുവൻ അമ്മയുടെ കഴുത്തിലേക്ക് മാറ്റി. അമ്മയെ ഒരു ഭഗവതിയെ പോലെ കാണാൻ ആഗ്രഹം കൊണ്ടാ. മാതൃദേവോ ഭവ. എന്റെ പ്രിയപ്പെട്ട അനിയത്തി, എത്ര നാള് നീ ഈ പഴയ തുണിയൊക്കെ ഇട്ടോണ്ടിരിക്കും? അവളുടെ ഡ്രസ്സ് മുഴുവൻ നിനക്ക് കിട്ടിക്കഴിഞ്ഞാ നിനക്ക് അവളെ പോലെ മോഡേൺ ആയി മാറിക്കൂടെ? അതിന് വേണ്ടേ? ഞങ്ങൾക്കൊന്നും ഇല്ലേ? എന്റെ കൈ നിനക്കല്ലേ? അത് ഞങ്ങളുടെ ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ പാർട്ടി ഫിക്സ്. എടാ, എന്ത് കാര്യം നടന്നാലും നീ എന്തിനാ പാർട്ടി ചോദിക്കുന്നേ? നിങ്ങളെ പോലെ കുറെ കുടിയന്മാരുള്ളോണ്ട കാലത്ത് തന്നെ ബാറൊക്കെ ഓപ്പൺ ആക്കി വെക്കുന്നത്. ശരി, നീ വിഷമിക്കൊന്നും വേണ്ട. ദാ ഇത് വെച്ചോ, രണ്ടുപേരും ഷെയർ ചെയ്തേക്കണം കേട്ടാ. ഒരുത്തി ഇവിടെ വന്നു കയറിയപ്പോ ഞങ്ങളൊക്കെ വേണ്ടാതായാലും നിനക്ക് എന്ത് പറയാനാ? കലികാലം തന്നെ.
കലികാലം ആയാലും ജീവിച്ചു പോവാൻ ഇതൊക്കെ ചെയ്യണം അളിയാ. ബി കെയർഫുൾ. എല്ലാരോടും പറഞ്ഞൊരു വഴിക്കാക്കിയിട്ടുണ്ട്.